ജാനകി, എന്ത് പറ്റി മോളെ നിനക്ക്? 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുമില്ല, കുട്ടികളുമായി കൂട്ടുകൂടുന്നുമില്ല. നീ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്താ? ടീച്ചർ, അത് 2 ദിവസം മുന്നേ നമ്മുടെ സ്കൂളിൽ ഒരു ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നില്ലേ? മോളെ, അതിനെന്തിനാ നീ വിഷമിച്ചിരിക്കുന്നത്? അത് ടീച്ചർ, ഡോക്ടർ എന്ന് പറഞ്ഞ കാര്യങ്ങളും എൻ്റെ ശരീരം നൽകുന്ന സൂചനകളും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ക്യാൻസർ എന്ന രോഗം പിടിപെട്ടിട്ടുണ്ടോ എന്ന് ഭയപ്പെടുന്നു. എന്തിനാ മോളെ നിന്റെ മനസ്സ് ഇങ്ങനെ അസ്വസ്ഥമാക്കുന്നത്? ഇത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ രോഗനിർണയ ക്യാമ്പുകൾ കൊണ്ട് സമൂഹത്തിനാണ് പ്രയോജനം. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കാൻ എത്രയും വേഗം സാധിച്ചാൽ 100% അത് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. നിന്റെ മനസ്സ് അസ്വസ്ഥമാക്കാതിരിക്കൂ. ഇതൊന്നും എല്ലാവർക്കും വരണമെന്നില്ല മോളെ. ഇനി നിന്നെ ഒറ്റയ്ക്ക് കാണാൻ ഇടവരരുത്. പഴയ ജാനകിയായിരിക്കൂ. ഡാൻസും പാട്ടും കുട്ടികളുമായി കൂട്ടുകൂടിയും എപ്പോഴും ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന മിടുക്കിയായ കുട്ടിയില്ലേ, അതുപോലെയാകണം. കേട്ടല്ലോ? വാക്ക് തരൂ ടീച്ചറിന്. വാക്കാണ് നിന്റെ ടീച്ചർ. മനസ്സിനെ വെറുതെ അസ്വസ്ഥമാക്കി മറ്റു ചിന്തകളിലേക്കൊന്നും പോകരുത്. ക്യാൻസർ ഒരു രോഗാവസ്ഥ മാത്രമാണ്. ക്യാൻസർ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമുക്ക് ചേർത്ത് നിർത്താം. ഒരു സുഹൃത്തായും വേണ്ടപ്പെട്ട ആരോഗ്യവുമായി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം. സഹതാപമല്ല അവർക്ക് വേണ്ടത്, മനോബലവും ആത്മധൈര്യവുമാണ് നൽകേണ്ടത്. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ജീവിതത്തിന്റെ പുതുപ്രതീക്ഷകൾ നേടിയെടുക്കാൻ അവരെ പ്രാപ്തരാക്കാൻ നമുക്ക് സാധിക്കട്ടെ.